ടൈം ട്രാവൽ സാധ്യമാണോ? ഹായ്, ബൈജിരാജ് ശാസ്ത്രലോകത്തിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ടൈം ട്രാവൽ എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പഴയ കാലത്തിലേക്ക് തിരിച്ചു പോവുക. ഉദാഹരണത്തിന് എൻ്റെ കയ്യിലൊരു ടൈം മെഷീൻ ഉണ്ട്. ഒരു വാച്ച് പോലെയോ അല്ലെങ്കിൽ സെറ്റ് ചെയ്യാവുന്ന മറ്റെന്തെങ്കിലും ഒരു മെഷീൻ ഉണ്ടാവും. ഈ മെഷീനിൽ കുറേ വർഷം പിന്നോട്ട്, ഉദാഹരണത്തിന് നിങ്ങളുടെ അച്ഛനും അമ്മയും തമ്മിൽ കല്യാണം കഴിക്കുന്ന അതേ വർഷം അതേ ദിവസത്തിലേക്ക് നിങ്ങൾ ഈ ടൈം സെറ്റ് ചെയ്ത് വെച്ചിട്ട് ആ വർഷത്തിലേക്ക് നിങ്ങൾ പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ അച്ഛനും അമ്മയുടെയും കല്യാണം നേരിട്ട് കാണാം. ഇതാണ് ബേസിക്കായിട്ട് ടൈം ട്രാവൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് സാധ്യമാണോ? പല ആളുകളും വിശ്വസിക്കുന്നത് കുറേ വർഷം കഴിഞ്ഞ് ഇതുപോലുള്ളൊരു മെഷീൻ കണ്ടുപിടിക്കുമെന്നായിരിക്കും. അപ്പോൾ നമുക്ക് ഏത് വർഷത്തിലേക്കും പോകുവാൻ സാധിക്കും എന്നുമായിരിക്കും. എന്നാൽ അത് സാധ്യമാണോ? ഇനി ഒരു കഥ പറയാം. കഥയല്ല, ശരിക്കും നടന്നൊരു സംഭവം. 2009 ജൂൺ 28 ലോകപ്രസിദ്ധനായ സ്റ്റീവൻ ഹോക്കിൻസ് അദ്ദേഹം കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ ഒരു പാർട്ടി അറേഞ്ച് ചെയ്തു. ഷാമ്പെയിനും കേക്കും ബലൂണും എല്ലാം വെച്ചൊരു പാർട്ടി അറേഞ്ച് ചെയ്തു. എന്നാൽ ഈ പാർട്ടി നടത്തുന്നത് എന്തിനു വേണ്ടിയാണെന്ന് എന്ന് അദ്ദേഹം ആരോടും പറഞ്ഞില്ല. അത് കാരണം തന്നെ ഫുഡും റൂമും അറേഞ്ച് ചെയ്യാൻ ആളുകൾ മാത്രമേ അന്നുണ്ടായിരുന്നുള്ളൂ. ഒരാൾ പോലും ഈ പാർട്ടിക്ക് വന്നില്ല. ഈ പാർട്ടി സമയം കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം പറഞ്ഞു ഇത് ടൈം ട്രാവലേഴ്സിനുള്ള പാർട്ടിയായിരുന്നു എന്ന്. പാർട്ടി കഴിഞ്ഞതിന് ശേഷം അതിനുള്ള ഇൻവിറ്റേഷൻ അദ്ദേഹം പ്രിന്റ് ചെയ്ത് അവിടെയെല്ലാം ഒട്ടിച്ചു. അദ്ദേഹം പറയുന്നത് അദ്ദേഹം വളരെ പ്രസിദ്ധനായത് കാരണം ആയിരക്കണക്കിന് വർഷങ്ങളോളം ഈ ഇൻവിറ്റേഷൻ പലരും കാണുമെന്നാണ്. സ്വാഭാവികം, അദ്ദേഹം വളരെ പ്രസിദ്ധനാണല്ലോ. അത് കാരണം തന്നെ 1000 വർഷം കഴിഞ്ഞാലും പല ആളുകളും ഇദ്ദേഹത്തെ സെർച്ച് ചെയ്യും. അപ്പോൾ 1000 വർഷം കഴിഞ്ഞ്, അതായത് 2009 കഴിഞ്ഞ് 1000 വർഷം കഴിഞ്ഞ് 3009 പോലും ആളുകൾ ഈ ഇൻവിറ്റേഷൻ കാണുകയാണെന്നുണ്ടെങ്കിൽ, അന്ന് ടൈം മെഷീൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ ടൈം സെറ്റ് ചെയ്ത് 1000 വർഷം പിന്നോട്ട് വന്ന് ആ പാർട്ടി അറ്റൻഡ് ചെയ്യണമായിരുന്നു. എന്നാൽ ഒരാൾ പോലും ഈ പാർട്ടിക്ക് വന്നില്ല. ഇത് കാണിക്കുന്നത് ടൈം ട്രാവൽ ഒരിക്കലും സാധ്യമല്ല എന്നാണ്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? എനിക്ക് കമന്റ് ചെയ്യാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ശാസ്ത്രലോകത്തിന് വേണ്ടി ബൈജിരാജ്.